നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ അവണിശ്ശേരി പഞ്ചായത്തിൽ ഓംബുഡ്സ്മാൻ സന്ദർശനം നടത്തി. തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ഓംബുഡ്സ്മാൻ KV അബ്ദുൾ അസീസാണ് സന്ദർശനം നടത്തിയത്. തൃപ്രയാർ ശ്രീരാസ വർക്ക്ഷോപ്പിന്റെ നേതൃത്വത്തിൽ ജീവൻ സേവയുടെ ഭാഗമായി കർക്കിടക വാവുബലി ദിനത്തിൽ പ്രഭാത ഭക്ഷണ വിതരണം നടത്തും. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ ഉദ്ഘാടനം ചെയ്യും. ബ്ലാങ്ങാട് കടൽ തീരത്ത് ഡോൾഫിന്റെ ജഡമടിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കാണ് തീരത്ത് അഴുകിയ ജഡം കണ്ടെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ അവണിശ്ശേരി പഞ്ചായത്തിൽ ഓംബുഡ്സ്മാൻ സന്ദർശനം നടത്തി. തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ഓംബുഡ്സ്മാൻ KV അബ്ദുൾ അസീസാണ് സന്ദർശനം നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ കേട്ടത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KJ രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിത്യ ജയരാജൻ, വാർഡംഗം രമണി നന്ദകുമാർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് BDO അനീഷ്, ധന്യ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി N. പ്രദീപ് കുമാർ, ഓവർസിയർ MR റീജ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. നിങ്ങൾ ഇത്ര തൊഴുത്ത് അവണിശ്ശേരി പഞ്ചായത്തിൽ ഇത്ര തൊഴുത്ത് നിർമ്മിക്കണം, അല്ലെങ്കിൽ വാർഡിൽ തൊഴുത്ത് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ടാർഗറ്റ് കിട്ടുകയാണ്. അല്ലെങ്കിൽ കോഴിക്കോട് ആട്ടുമൂട് അപ്പോൾ അതനുസരിച്ച് ഡാറ്റയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഏരിമാരുടെ ഇതിൻ്റെ എസ്റ്റിമേറ്റും ഡാറ്റയും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. എത്ര രൂപ ചിലവാകും, എന്തൊക്കെ ഡാറ്റ വേണ്ടത്, അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ച് നിങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ഓരോരുത്തർക്ക് അംഗീകരിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ഈ തൊഴുത്തിൻ്റെ പണി അല്ലെങ്കിൽ ആട്ടുംകൂടിൻ്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൂവുടമയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ്, ഈ വ്യക്തിഗത ആനുകൂല്യത്തിന് അർഹനായ ആളുടെ ഭൂമിക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ഇയാൾ അറിയുന്നത് എനിക്കിങ്ങനെ തൊഴുത്ത് അനുവദിച്ചിട്ടുണ്ട്. അയാൾ അപേക്ഷയും കൊടുത്തിട്ടുണ്ടാവില്ല. അപേക്ഷ നിർബന്ധമാണ്. അപേക്ഷ ഗ്രാമസഭയിൽ തരണം. എന്താനുകൂല്യത്തിനും ഗ്രാമസഭയ്ക്ക് അപേക്ഷ വരും. അപേക്ഷ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ആർക്ക് വേണ്ടി കൊടുക്കാം, മെമ്പർക്കോ ആർക്ക് വേണ്ടി ആരും വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ കൊടുത്താലും ഗ്രാമസഭയ്ക്ക് വരും. തൃപ്രയാർ ശ്രീരാസ വർക്ക്ഷോപ്പിന്റെ നേതൃത്വത്തിൽ ജീവൻ സേവയുടെ ഭാഗമായി കർക്കിടക വാവുബലി ദിനത്തിൽ പ്രഭാത ഭക്ഷണ വിതരണം നടത്തും. വ്യാഴാഴ്ച രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് ആരംഭിക്കുന്ന ഭക്ഷണ വിതരണം തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ ഉദ്ഘാടനം ചെയ്യും. 2500 പേർക്ക് ഇഡലി, സാമ്പാർ എന്നിവ പൊതികളിലാക്കിയാണ് വിതരണം നടത്തുക. നാലമ്പല തീർത്ഥാടനത്തിനായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഗുണകരമാകും വിധമാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രീരാസ ഭാരവാഹികളായ KK അനിൽകുമാർ, ദിവാസ് ആലക്കൽ, അല്ലി റാണി, ലിസി അശോകൻ, KR സബിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവർത്തിക്കുന്ന ശ്രീരാസ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭവം ഇവിടെ തൃപ്രയാർ കർക്കിടവാവ് ദിവസം തൃപ്രയാറുള്ള ഭക്തജനങ്ങൾക്കും ഈ കർക്കിടവാവിന് പൗരിക്ക് വരുന്നവർക്കും ഈ നാലമ്പല ദർശനത്തിന് വരുന്നവർക്കായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും, പ്രഭാത ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ 4000 പേർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് ദേവസ്വം ബോർഡായിട്ട് സംസാരിച്ചപ്പോൾ കുറച്ച് അളവ് കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 2500 പേർക്കുള്ള ഭക്ഷണമൊക്കെ പൊതിയിലായിട്ട് വിതരണം ചെയ്യാനുണ്ട്. നമുക്ക് പ്രയാറുള്ള ശരവണഭവൻ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള മണപ്പുറം പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വരുന്നവർക്ക് എല്ലാവർക്കും കഴിയുന്നത് വരെ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഇഡ്ഡലിയും സാമ്പാറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാങ്ങാട് ബീച്ചിൽ ഡോൾഫിന്റെ ജഡമടിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കാണ് തീരത്ത് അഴുകിയ ജഡം കണ്ടെത്തി. ലൈഫ് ഗാർഡുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് DMCയെ വിവരമറിയിച്ചു.
1 മീറ്റർ നീളമുള്ള ജീവിയെ കാണാൻ സഞ്ചാരികളും നാട്ടുകാരും തടിച്ചുകൂടി. പിന്നീട് DMCയുടെ നേതൃത്വത്തിൽ കടൽ തീരത്തിന് വടക്കു ഭാഗത്ത് ജഡം മറവു ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു VS ചന്ദ്രാപിന്നിയിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ 3.5 വയസ്സുകാരൻ VS അച്യുതാനന്ദനാണ് ആ ജൂനിയർ VS. VS ജനിച്ച ഒക്ടോബർ 20 തന്നെയാണ് അച്യുതന്റെയും ജന്മദിനം. കുഞ്ഞിന് എന്ത് പേരിടുമെന്ന ചർച്ചകളിൽ അമ്പിളിയുടെ മകൾ ഐഷ മുന്നോട്ട് വെച്ച ഒരേയൊരു നിബന്ധന പേര് മലയാളിത്തം നിറഞ്ഞതായിരിക്കണം എന്നതു മാത്രമായിരുന്നു. ഒടുവിൽ അച്യുതൻ എന്നിടാമെന്ന എല്ലാവരും തീരുമാനിച്ചു. തെരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിന്റെ ആദ്യാക്ഷരമായ എസും വീട്ടുപേരായ വേലം പറമ്പിലും കൂടി ചേർത്തപ്പോൾ അച്യുതന്റെ ഇനീഷ്യൽ അങ്ങനെ VS ആയി. ഇതോടെ ചന്ദ്രാപിന്നിക്കും സ്വന്തമായി VSനെ ലഭിച്ചു എന്ന് പറയാം. ചെറിയ മകന് പേര് എന്ത് ഇടണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ എൻ്റെ മകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഒരു പേരിനൊരു മലയാളിത്തം വേണമെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ആ പേര് ആക്ച്വലി സെലക്ട് ചെയ്തത് നമ്മുടെ മരുമകൻ്റെ ശ്യാംകുമാറിൻ്റെ അച്ഛനാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ വേറൊരു അത്ഭുതം അതിനകത്ത്, ഈ വേലം പറമ്പിൽ എന്നാണ് അവരെ വീട്ടും പേര്, ശ്യാംകുമാർ. അപ്പോൾ VS അച്യുതനായി. അതിനപ്പുറം ഈ VSൻ്റെയും യഥാർത്ഥ VSൻ്റെയും ഈ കുഞ്ഞുമോൻ്റെ VSൻ്റെയും ജന്മദിനം ഒക്ടോബർ 20 അതെന്താ എങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അത് ഇവൻ്റെ കുഞ്ഞുമോൻ്റെ 2ാം പിറന്നാളിന് 100 വർഷം തികഞ്ഞ പിറന്നാളിൻ്റെ ഒരു ആശംസ പത്രങ്ങൾ കണ്ടപ്പോൾ അതിൽ ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് കണ്ടത് VSൻ്റെ. അപ്പോൾ അത് 1923 ഒക്ടോബർ 20. ഈ കുഞ്ഞുമോൻ്റെ 2021, അതായത് 98 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ജന്മദിനം. അവന് 2 വയസ്സുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ധീരനായൊരു പോരാളിയാണല്ലോ VSൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ പേരിനോട്, ആ ജന്മദിനോടൊക്കെ സാമ്യമുണ്ടെന്ന് വരുമ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം, അഭിമാനമാണ് നമുക്ക് ഉള്ളത്. VS അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാലയമുണ്ട് ജില്ലയിൽ. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ വിദ്യാലയം. 2006 നവംബർ 6 സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായിരുന്നു VS സ്കൂളിലെത്തിയത്. മുഖ്യമന്ത്രിയായതിനു ശേഷം തീരദേശ മേഖലയിൽ പങ്കെടുത്ത ആദ്യ ചടങ്ങ് കൂടിയായിരുന്നു ഇത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാലയം വരവേറ്റത്. മികച്ച വിജയശതമാനം അന്നും സ്വന്തമാക്കിയിരുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അഭിനന്ദിച്ചുകൊണ്ടാണ് VS തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. 10 മിനിറ്റോളം നീണ്ട ആ പ്രസംഗം ആവേശത്തോടെയാണ് നിറഞ്ഞ സദസ്സ് ആസ്വദിച്ചത്. ഇനിയും ഉന്നത വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് VS വേദിയിൽ നിന്നും മടങ്ങിയതെന്ന് ഓർക്കുകയാണ് സ്കൂൾ അധികൃതർ. കൊടുങ്ങല്ലൂർ എറിയാട് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. എറിയാട് ബ്ലോക്കിന് സമീപം നെട്ടുകാരൻ വീട്ടിൽ റഷീദിന്റെ ഭാര്യ 54 വയസ്സുള്ള ലൈലയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം. വീട്ടിൽ പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് സ്റ്റവിൽ നിന്ന് തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ലൈല കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഹായ് ഫ്രണ്ട്സ് കയ്പമംഗലം വടംവലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ ആഹ ഫ്രണ്ട്സ് എടപ്പാൾ ടീം ജേതാക്കളായി. ചെർപ്പുളശ്ശേരി റെഡ് ഫോഴ്സ് ടീമിനാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. തൃശൂർ പാമ്പൂർ ഐലൻഡ് ടീം 3ാം സ്ഥാനവും എറണാകുളം കാഞ്ഞൂർ വലൻസിയ ക്ലബ് 4ാം സ്ഥാനവും നേടി. ഓറഞ്ച് പിങ്ക് ബ്ലാക്ക് കളർന്ന ജേഴ്സിക്കാരകരെ ആദ്യ വിജയം ആവർത്തിക്കുവാനൊരു ചോപ്പ് ലോഡിന്റെ കൈക്കരത്തിൽ നടന്നെടുക്കുന്നുവെങ്കിൽ എതിർവശത്തെ കോഴിക്കോടിന്റെ കളിയോതാക്കൾ പിങ്കിലും ബ്ലൂവിലും ബ്ലാക്കിലും ജേഴ്സി എടുത്തുകൊണ്ട് മത്സരത്തിന്റെ എതിർവശത്ത് വാട്ടർ അതോറിറ്റിയുടെ ആറാട്ടുപുഴ പ്ലാന്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചെയർപൊസിഷൻ പരിധിയിലെ ആറാട്ടുപുഴ, ഊരകം, എട്ടുമന, അമ്മാടം വഴി ഹർബർട്ട് കനാൽ, പൊട്ടിച്ചിറ, പൂച്ചിനിപ്പാടം, തിരുവുള്ളക്കാവ്, പെരുമ്പിളിശ്ശേരി, KCB റോഡ്,
ചാത്തക്കുടം, കൊള്ളിപ്പറമ്പ്, കരുവന്നൂർ, വലിയപാടം, ശ്രീകൃഷ്ണപുരം, രാജ കമ്പനി, മോസ്കോ നഗർ, വല്ലച്ചിറ, ചെറുശ്ശേരി, പഗ്രിപ്പാലം, വല്ലച്ചിറ ബീവറേജ്, തേവർ റോഡ്, പുതുക്കുളങ്ങര, ചേർപ്പ്, പടിഞ്ഞാട്ടുമുറി, മുത്തുള്ളിയാൽ, പനംകുളം സ്കൂൾ വഴി, എറവക്കാട് ഗേറ്റ്, പാറക്കോവിൽ, ചൊവ്വൂർ കപ്പേള, പൂത്തറക്കൽ എന്നിവിടങ്ങളിൽ ഈ മാസം 28 മുതൽ ഓഗസ്റ്റ് 1 വരെ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി ജൂലൈ 28 രാവിലെ 10 അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. വിവരങ്ങൾക്ക് 9747148331 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9380 രൂപ, പവന് 7540 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ അവണിശ്ശേരി പഞ്ചായത്തിൽ ഓംബുഡ്സ്മാൻ സന്ദർശനം നടത്തി. തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ഓംബുഡ്സ്മാൻ KV അബ്ദുൾ അസീസാണ് സന്ദർശനം നടത്തിയത്. തൃപ്രയാർ ശ്രീരാസ വർക്ക്ഷോപ്പിന്റെ നേതൃത്വത്തിൽ ജീവൻ സേവയുടെ ഭാഗമായി കർക്കിടക ബാഹുബലി ദിനത്തിൽ പ്രഭാത ഭക്ഷണ വിതരണം നടത്തും. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ ഉദ്ഘാടനം ചെയ്യും. ബ്ലാങ്ങാട് കടൽ തീരത്ത് ഡോൾഫിന്റെ ജഡമടിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കാണ് തീരത്ത് അഴുകിയ ജഡം കണ്ടെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.